എല്ലാവർക്കും സ്നേഹവന്ദനം. അഭിവന്യ തിരുമനസ്സുകൊണ്ട് ഓർമ്മിപ്പിച്ചെടുത്ത് ഞാൻ തുടങ്ങട്ടെ. സ്ത്രീകളിൽ ജ്ഞാനിയായവൾ വീട് പണിയും. ആ വീട് പണിയേണ്ടത് എങ്ങനെയാണെന്ന് ആഴമായ പൗരസ്ത്യ ആധ്യാത്മികതയുടെ ചുവട് പിടിച്ചുകൊണ്ട് ചിന്തേറിട്ട ചിന്തകൾ കൊണ്ട് വളരെ സുന്ദരമായി അത് പ്രതിപാദിപ്പാൻ തക്കവണ്ണം തിരുമേനി ശ്രമിച്ചു. 7ന്റെ പൂർണ്ണതയെ പൗരസ്ത്യ ആധ്യാത്മികതയുടെ 7 കുദാശകളോട് ചേർത്ത് വെച്ചും തൃത്വവും 4 ദിക്കുകളുടെ സമന്വയവും ചേർത്തുകൊണ്ട് സൃഷ്ടിയും സൃഷ്ടാവും ചേർത്ത് വെച്ചുകൊണ്ടൊക്കെ സുന്ദരമായ ഭവന നിർമ്മിതിയുടെ മനോഹരമായ തലങ്ങളിലേക്ക് തിരുമേനി ഇറങ്ങുവാൻ തക്കവണ്ണം ശ്രമിച്ചിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഈ സന്ദേശങ്ങൾ നമുക്ക് കൂടുതൽ അർത്ഥപൂർണവും അർത്ഥവത്താവും എന്നുള്ളതിന് സംശയമൊന്നുമില്ല. പ്രത്യേകിച്ച് അത് ഏറ്റവും കാലോചിതമായിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നാം ജീവിക്കുന്നത്. ഈ 2023 ആരംഭിച്ചപ്പോൾ ഒത്തിരി പ്രവചനങ്ങൾ പല കോണുകളിൽ നിന്ന് വന്നു. ഏറ്റവും അധികം ശ്രദ്ധിക്കപ്പെട്ടൊരു പ്രവചനമുണ്ട്. ആ പ്രവചനം ഫ്രഞ്ച് ശാസ്ത്രജ്ഞൻ്റെതായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേര് ഫ്രാൻസിൽ ജീവിച്ച, അത് 16ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ ദശകളിൽ 1503 നോസ്ട്രഡാമസ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. ഈ നോസ്ട്രഡാമസ് വലിയൊരു ഫിസിസ്റ്റായിരുന്നു, ഊർജതന്ത്രജ്ഞനായിരുന്നു. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ മേഖല, അദ്ദേഹം ഒരു അസ്ട്രോളജിസ്റ്റൂടെ ആയിരുന്നു. സൂര്യൻ്റെയും ചന്ദ്രൻ്റെയും നക്ഷത്രങ്ങളുടെയൊക്കെ ഗതിവിഗതികൾ സൂക്ഷ്മതയോടെ നിരീക്ഷിച്ച് തലനാരിഴ കീറി മുറിച്ചിട്ട് അദ്ദേഹം പ്രപഞ്ചത്തിൻ്റെ 4 ദിക്കുകളിലും നടക്കുന്ന ചലനങ്ങളെ സൂക്ഷ്മതയോടെ നോക്കിക്കണ്ടുകൊണ്ടുള്ള ചില പ്രവചനങ്ങൾ. ജീവിച്ചിരുന്ന കാലത്ത് തന്നെ അദ്ദേഹത്തിൻ്റെ പ്രവചനങ്ങൾ വളരെ സൂക്ഷ്മതയോടെ ശാസ്ത്രലോകം പോലും നോക്കിക്കൊണ്ടിരുന്നതാണ്. അദ്ദേഹത്തിൻ്റെ പ്രവചനങ്ങൾക്ക് തലനാരിഴ പോലും മാറ്റിവെക്കുവാൻ കഴിയാത്ത സൂക്ഷ്മതയുണ്ടായിരുന്നു, കൃത്യതയുണ്ടായിരുന്നു എന്നുള്ളത് കൊണ്ടാണ് അദ്ദേഹത്തെ ശ്രദ്ധിച്ചത്. അദ്ദേഹം ജീവിച്ച കാലഘട്ടത്തെക്കുറിച്ച് മാത്രമല്ല പ്രവചിച്ചത്, നൂറ്റാണ്ടുകൾക്കപ്പുറമുള്ള പ്രവചനങ്ങൾ. ഇപ്പോഴാണ് അതിൻ്റെ അനുഗ്രഹീത തലങ്ങൾ ആളുകൾ കണ്ടെത്തിയത്. 2023 പ്രവേശിക്കുമ്പോൾ ഈ 21ാം നൂറ്റാണ്ടിനെ കുറിച്ചുള്ള പ്രവചനത്തിൽ 2023 കുറിച്ച് കൃത്യതയോടെ ചില പ്രവചനങ്ങൾ. ആ പ്രവചനങ്ങളിൽ പ്രഥമമായിട്ടുള്ളത് ഈ 2023 വലിയ കുഴപ്പമൊന്നുമില്ലാതെ പോകുമെന്നൊക്കെയല്ലേ നമ്മുടെ കണക്കുകൂട്ടലുകൾ. ഗ്ലോബൽ പാൻഡമിക്കിനൊക്കെ ഒരു വിരാമമായി, പ്രതിസന്ധികളൊക്കെ നീങ്ങി മെച്ചപ്പെടുമെന്നുള്ള ശുഭപ്രതീക്ഷ മനുഷ്യനെ മുമ്പോട്ട് ഓരോ ദിവസവും നയിക്കുന്നത് ഈ പ്രതീക്ഷ തന്നെയാണ്. പക്ഷേങ്കിൽ അദ്ദേഹത്തിൻ്റെ പ്രവചനത്തിൻ്റെ ആഴത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ നിരീക്ഷകർ കണ്ടെത്തിയിരിക്കുന്നത് 2023 അമേരിക്കയിൽ ഒരു വലിയ കലാപസാധ്യത കാണുകയാണ്. ഏറ്റവും വലിയൊരു കലാപസാധ്യത ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. പഠനവുമായി ബന്ധപ്പെട്ട്, ശുശ്രൂഷയുമായി ബന്ധപ്പെട്ട് 3-4 വർഷക്കാലം അവിടെ ചെലവിടാൻ സാധിച്ചിട്ടുണ്ട്. അമേരിക്കയിൽ എന്തെങ്കിലും ചലനമുണ്ടായാൽ ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് ഈ മധ്യ തിരുവിതാംകൂറിലാണ്. വാസ്തവത്തിൽ നമ്മുടെ എത്രയോ ആളുകൾ ജീവിതമാർഗം തേടി 7ാം കടലിനക്കരെ അനുഗ്രഹീതമായി ജീവിക്കുന്നുണ്ട്. അപ്പോൾ അവിടെയാണ് ചലനം. എന്ത് ചലനങ്ങളുണ്ടായാലും ഉണ്ടാകാൻ പോകുന്നത്, പ്രതിസന്ധിയിലേക്ക് വലിച്ചിഴക്കപ്പെടുന്നത് നമ്മുടെ ഈ പ്രദേശങ്ങളാണ്, മധ്യ തിരുവിതാംകൂറാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രവചനമാണ് വാസ്തവത്തിൽ. വീണ്ടും അദ്ദേഹം പറയുന്നത് ഒരുപക്ഷെ റഷ്യ ഉക്രൈനോ ഒന്നും ഭാഗം തിരിച്ചുള്ളൊരു കാലമായിരുന്നില്ല 16ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ ദശകങ്ങൾ. അദ്ദേഹം പറയുക, ഈ സങ്കീർണത, റഷ്യയും ഉക്രൈനും തമ്മിലുള്ള സങ്കീർണത അതിൻ്റെ പരമകോടിയിലെത്തുമെന്നും അതിൻ്റെ പരിസമാപ്തി മനുഷ്യൻ്റെ ചിന്തയ്ക്ക് അപ്പുറമാകും എന്നുള്ള നിഗമനം എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് സൂചിപ്പിക്കുക. ഒരുപക്ഷെ ഇന്ന് ചേർത്ത് വായിക്കുമ്പോൾ ഒരുപക്ഷെ യാഥാർത്ഥ്യമാകുന്നതിന് തടസ്സമുണ്ടാകാൻ സാധ്യതയില്ലെന്ന് കരുതുക. നമുക്ക് പ്രാർത്ഥന മാത്രമേ ഉള്ളൂ ഇക്കാര്യങ്ങളിൽ. വീണ്ടും അദ്ദേഹം പറയുന്നത് ഒരുപക്ഷെ കോവിഡാനന്തര കാലത്തെ സാമ്പത്തികമായ മാന്ദ്യം അതിനൊക്കെ വിരാമമിട്ട് മുമ്പോട്ട് ഭംഗിയായി പോകുമെന്ന് പറയുമ്പോൾ പറയുന്നു, ലോകം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ സാമ്പത്തിക പ്രതിസന്ധിയുടെ സാധ്യത 2023 പ്രവചിക്കുക. അമേരിക്കയും UK, യൂറോപ്പ് ഉൾപ്പെടെ വലിയ രാജ്യങ്ങളിൽ ഉൾപ്പെടെ, അതുപോലെ 3rd വേൾഡ് കൺട്രീസിൽ ഉൾപ്പെടെ എല്ലായിടവും പരക്കെ വല്ലാതെ മനുഷ്യനെ വല്ലാത്ത ദുസ്ഥിതിയിലേക്ക് നയിക്കുന്ന പാകിസ്ഥാനിലെ പട്ടിണിയുടെ പരിവട്ടങ്ങളും അതിൻ്റെ നിലവിളികളുടെ ശബ്ദമൊക്കെ ഇവിടെ കേട്ടു തുടങ്ങിയതാണ്. ശ്രീലങ്കയിലെ പ്രശ്നങ്ങൾക്ക് ഇന്നും പരിഹാരമായിട്ടില്ല. അതൊക്കെ ഒറ്റപ്പെട്ട സംഭവങ്ങളാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ പ്രവചനം ലോകത്തെ മുഴുവൻ സാമ്പത്തിക മാന്ദ്യത്തിലേക്ക് വലിച്ചിഴയ്ക്കുന്നു. ഞാൻ എന്തിനിതൊക്കെ സൂചിപ്പിക്കുന്നു എന്ന് ചോദിച്ചാൽ ഭയപ്പെടുന്നതിൻ്റെ സൂചനയല്ല, അതിനപ്പുറം നമ്മുടെ ഈ കൂട്ടായ്മകൾക്കൊരു ദിശാബോധം ഉണ്ടാവണം. പ്രവചനങ്ങൾ എന്തുമായിക്കൊള്ളട്ടെ, ശാസ്ത്ര നിരീക്ഷണങ്ങൾ എന്തുമായിക്കൊള്ളട്ടെ,
വാനനിരീക്ഷണങ്ങളുടെ പിൻബലത്തോടെ പ്രവചനം നടത്തിക്കൊണ്ടേ പ്രവചനങ്ങൾക്കപ്പുറം പ്രവർത്തിക്കുവാൻ കഴിയുന്ന, അത്ഭുതം പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു ജീവനുള്ള ദൈവം. അവിടെയാണ് നാം വീട് പണിയേണ്ടത്. അഭിനന്ദ തിരുമേനി ഓർമ്മിപ്പിച്ചല്ലോ, 7 തൂണുകളിൽ സുസ്ഥിരതയുള്ള കുടുംബങ്ങളുടെ അടിത്തറ പണിയുവാൻ ദൈവം നിയോഗിച്ചിട്ടുള്ള ഒരു വലിയ ദൗത്യ നിർവഹണമാണ് സ്ത്രീകളിലുള്ളതെന്നുള്ള ബോധ്യം നമ്മെ ഭരിപ്പാൻ തക്കവണ്ണം ഇടയാവണം. അതുകൊണ്ട് തന്നെ നമുക്ക് ആ ബോധ്യവും ഉൾവിളി, പ്രത്യേകിച്ച് ഇത് അമ്മയുടെ ദിനങ്ങളാണ്, അമ്മയുടെ അനുഗ്രഹീത പെരുന്നാളിൻ്റെ ദിനങ്ങളൂടാണ്. അതുകൊണ്ട് തന്നെ തിരുമേനി തുടങ്ങി വെച്ച ഭവന നിർമ്മിതി അമ്മയോട് ചേർത്ത് വയ്ക്കുവാനും ഞാൻ ഈ പ്രഭാതത്തിൽ ശ്രമിക്കുകയാണ്. ഈ കുടുംബ സംഗമത്തിൽ അമ്മയോട് ചേർത്ത് വയ്ക്കുക. അമ്മ ഈ നിർമ്മിതി എങ്ങനെ ഉത്തരവാദിത്വ ബോധത്തോടെ നിർവഹിച്ചു, അത് അമ്മയുടെ ജീവിതത്തിൽ ഉടനീളം നാം പരിശോധിക്കുമ്പോൾ എത്ര കൃത്യതയോടെ തൻ്റെ ദൗത്യങ്ങൾ, ഒരുപക്ഷെ ഒരു കൊച്ചു ബാലികയായി തൻ്റെ ജീവിതത്തിൻ്റെ ഈ സീനിലേക്ക് കടന്നു വരുമ്പോൾ മുതൽ തൻ്റെ ജീവിതത്തിൻ്റെ അന്ത്യം വരെയുള്ള പ്രയാണവേള പരിശോധിക്കുമ്പോൾ തൻ്റെ നിർമ്മിതി എത്ര സുന്ദരമായി, ഭവനത്തിൻ്റെ നസറേത്തിലെ എളിയ കുടുംബത്തിൻ്റെ നിർമ്മിതിയിൽ എത്ര സുന്ദരമായി ഇടപെടുന്നു എന്നുള്ളത് നമുക്ക് വ്യക്തവും ബോധ്യവുമുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ ചിന്ത 3 കാര്യങ്ങളിലേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് പെട്ടെന്ന് ഞാൻ നിർത്തിക്കൊള്ളാം. അത് അമ്മയുടെ ജീവിതത്തോട് ബന്ധപ്പെടുത്തിയും ചേർത്ത് വയ്ക്കുവാനും ഞാൻ ശ്രമിക്കുകയാണ്. ലൂക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 47 അമ്മ ആത്മനിർവൃതിയോട് പറയുന്നുണ്ട്, ലോകം മുഴുവൻ എന്നെ ഭാഗ്യവതി എന്ന് വാഴ്ത്തുമെന്ന അനുഗ്രഹീത പ്രവചനം പറയുമ്പോൾ അമ്മ ഭാഗ്യത്തിൻ്റെ ഒരു കണികയുടെ സാധ്യത പോലും ഇല്ലാതെ നിൽക്കുമ്പോഴാണ് പറയുന്നത്. അമ്മ എപ്പോഴാണ് അത് പറയുന്നത്? ഒരു വലിയ ദൗത്യ നിർവഹണത്തിന് വേണ്ടി ആ ഒരു വലിയ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് അമ്മ മുമ്പിൽ നിൽക്കുകയാണ്. അമ്മ മുമ്പിൽ നിൽക്കുമ്പോൾ അന്നത്തെ യഹൂദ മത രീതിയും പാരമ്പര്യവും അനുസരിച്ച് വിവാഹത്തിന് മുമ്പ് ഒരു സ്ത്രീ ഗർഭിണിയായി കാണപ്പെട്ടാൽ കല്ലെറിഞ്ഞു കൊല്ലപ്പെടണമെന്നുള്ള നിയമം തൻ്റെ മുമ്പിൽ ഒരു വല്ലാത്ത ഒരു ദുസ്വപ്നം പോലെ വല്ലാതെ തൻ്റെ മുമ്പിൽ അലട്ടുന്ന വേളയിൽ നിന്നുകൊണ്ടാണ് അമ്മ പറയുക. അത് പറയാനുള്ള ചങ്കൂറ്റം എവിടുന്ന് അമ്മയ്ക്കുണ്ടായത്? നമുക്കുണ്ടാവേണ്ടതും അത് തന്നെയാണ്. വി ഷുഡ് ഹാവ് എ ട്രൂ കൺവിക്ഷൻ. ആദ്യം ഞാൻ അടിവരയിടുകയാണ്. ഒന്നാമത്തെ ഒരു സി ആയിട്ട് ഞാൻ പെട്ടെന്ന് ഓർത്തിരിക്കാൻ എളുപ്പമാണ്. വി ഷുഡ് ഹാവ് എ റിയൽ കൺവിക്ഷൻ. അമ്മയ്ക്കുണ്ടായിരുന്നത് അതാ. ഒരു കൊച്ചു ബാലികയായി നസ്രയത്തിലെ അനുഗ്രഹീത തലങ്ങളിൽ ജനിച്ചു വളർന്നൊരു പെൺകുട്ടി. ഇന്ന് ഞാനിവിടെ നിന്ന് സംസാരിക്കുമ്പോൾ ഇത് ലോകം മുഴുവൻ കാണുന്നുണ്ട്. ഇന്ന് എൻ്റെ വിരൽത്തുമ്പിൽ ലോകത്തിൻ്റെ മുഴുവൻ ഗതിവിഗതികൾ നിയന്ത്രിക്കുവാൻ പോലും കഴിയുന്ന തരത്തിൽ അത്ര ശാസ്ത്ര സാങ്കേതിക വിദ്യയും മീഡിയ ശക്തമുള്ളൊരു കാലത്താണ് ജീവിക്കുന്നത്. അന്ന് ഇതൊന്നും ഉണ്ടായില്ല. പക്ഷെ അതൊന്നുമില്ലാതിരുന്ന കാലത്ത് ഈ 2000 വർഷം പിന്നിടുമ്പോഴും അമ്മ നമ്മുടെ ഹൃദയത്തിൻ്റെ അനുഗ്രഹീത മേഖലകളിൽ ഒരു ശക്തസ്വാധീനമായി നിലനിൽക്കുന്നതിന് കാരണമൊന്നാണ് ദ ട്രൂ കൺവിക്ഷൻ അമ്മയ്ക്കുണ്ട്. ഈ വീട് പണിയുവാൻ ബുദ്ധിമതിയായവൾ അതെ അനുഗ്രഹത്തിൻ്റെ തൂണുകളിൽ വീട് പണിയണമെങ്കിൽ അനിവാര്യമായ ഘടകം ഒന്നാമത്തേതിന് അടിവരയിടുന്നത് ഈ അമ്മയുടെ അനുഗ്രഹീത ശ്രേഷ്ഠ സവിശേഷ ഗുണം വി ഷുഡ് ഹാവ് എ ട്രൂ കൺവിക്ഷൻ. കൺവിക്ഷൻ ഉണ്ടാവണം. എവിടെയായി കൺവിക്ഷൻ ഉണ്ടാവേണ്ടത്? കൺവിക്ഷൻ ഉണ്ടാവേണ്ടത് പ്രഥമമായി വേണ്ടത് അമ്മയിലുണ്ട്. തൻ്റെ ദൗത്യം എന്താണെന്നുള്ളൊരു അവബോധം. ഒരുപക്ഷെ ഒരിക്കലും അമ്മ കേവലം ലൗകിക ഭോഗാസക്തിയുടെ ഒരു പര്യായമായിട്ടല്ല നമുക്ക് അമ്മയെ കാണുന്നത്. തൻ്റെ ദൗത്യം എന്താണെന്ന തികഞ്ഞ അവബോധം തുടക്കം തൊട്ട് അമ്മയ്ക്കുണ്ട്. അതുകൊണ്ടാണ് ജീവിതത്തിൻ്റെ സുഖദുഃഖ സമ്മിശ്ര അനുഭവങ്ങളെ സമചിത്തതയോടെ നേരിടുവാൻ അമ്മയ്ക്ക് ആർജവത്വമുണ്ടായത്. കുരിശിൻ്റെ ചോട്ടിൽ നിൽക്കുമ്പോഴും വലിയ അത്ഭുതങ്ങൾ തമ്പുരാൻ അനുഗ്രഹത്തോടെ നടത്തുമ്പോൾ സന്തോഷത്തിൻ്റെ നെറുകയിൽ നിൽക്കുമ്പോഴും ഒന്നും അമ്മയ്ക്ക് ഭാവവ്യത്യാസമില്ല. കാരണം ഈ കൺവിക്ഷനാണ്. നമ്മളെ എത്ര ഇമോഷണലാണ് ചില കാര്യങ്ങളിലൊക്കെ ഇടപെടുമ്പോൾ. ഇമോഷണൽ ആകാൻ കാരണം മറ്റൊന്നല്ല, കൺവിക്ഷൻ്റെ കുറവാണ്. അപ്പോൾ ഒന്നാമത് വേണ്ടത് ഒരു കൺവിക്ഷൻ. എൻ്റെ ദൗത്യം എന്താണ്? ഈ പരിശുദ്ധ സഭയുടെ അനുഗ്രഹീത ഒരു അംഗമായി ഞാൻ ജീവിക്കുമ്പോൾ ദൈവമേ നിനക്ക് എന്നെക്കുറിച്ചുള്ള ഉദ്ദേശം എന്താ? എന്നെ ഒരു കുടുംബത്തിൽ ജനിക്കുവാൻ നീ അവസരം തന്നപ്പോൾ എന്നെക്കുറിച്ചുള്ള ദൗത്യം എന്താ? വിവാഹബന്ധത്തിലൂടെ ഒരു കുടുംബത്തിലേക്ക് എന്നെ പറിച്ചു നട്ട് അവിടെ അനുഗ്രഹത്തോടെ വളരുവാനും ഉയരുവാനും വികസിക്കുവാനും ഒക്കെ അവസരം തന്നപ്പോൾ ദൈവമേ നിനക്ക് എന്നെക്കുറിച്ചുള്ള പദ്ധതി എന്താ? ഒരു നിമിഷമെങ്കിലും ഒരുപക്ഷെ തിരുമേനി ഓർമ്മിപ്പിച്ചതല്ല, വീടിൽ ഇടവില്ലാതെ ഓടി നടക്കുമ്പോഴും അനിവാര്യമായൊരു ചിന്ത ഒരു നിമിഷമെങ്കിലും നാം ചോദിക്കാറുണ്ടോ? ഓരോ നിമിഷവും ചോദിക്കേണ്ട ചോദ്യമാണ്. സൃഷ്ടിയെക്കുറിച്ച് സൃഷ്ടാവിനുള്ളൊരു പദ്ധതി, ദൗത്യം. ഓരോ സൃഷ്ടിയെക്കുറിച്ചും ദൈവത്തിനൊരു പദ്ധതിയുണ്ട്.
ആ പദ്ധതി എന്താണെന്ന് ബോധ്യപ്പെടുമ്പോഴാണ് ആ കൺവിക്ഷൻ നമുക്കുണ്ടാവുക. നമുക്കൊരു ഉൾവിളി, ഉൾബോധ്യവും ഉണ്ടാവണം. ഒരു ദൈവ പൈതൽ എന്ന നിലയിൽ, ഒരു വീട്ടമ്മ എന്ന നിലയിൽ, ഒരു മാതാപിതാക്കളുടെ മകളെന്ന നിലയിൽ, ഒരു ജീവിത പങ്കാളി എന്ന നിലയിൽ, ഒരു സഭാവിശ്വാസി എന്ന നിലയിൽ, സമാജത്തിൻ്റെ ഒരു അനുഗ്രഹീത നേതൃസ്ഥാനീയ പ്രവർത്തക എന്ന നിലയിൽ ഒക്കെ നമുക്ക് നമ്മുടെ റോളുകളെ കുറിച്ച്, ഒരു സ്ത്രീയുടെ റോൾ എന്തോരം റോളുകളാണ് വാസ്തവത്തിൽ. ഒരു പുരുഷനെ പോലെയല്ല, സ്ത്രീകൾക്ക് എന്തോരം റോളുകളാണ്. ജനിക്കുന്നിടത്തല്ല വളരുന്നത്, വളരുന്നിടത്തല്ല മുമ്പോട്ടുള്ള പ്രവർത്ത കർമ്മമേഖല, കർമ്മകാന്ഡം, ഇതൊക്കെ പലപ്പോഴും മാറി മറിഞ്ഞു വരുന്ന ജീവിതാനുഭവങ്ങളിലൊക്കെ ഒരു സ്ത്രീ ചങ്കൂറ്റത്തോടെ മുമ്പോട്ട് പോകണമെങ്കിൽ അമ്മയെ കാണുന്ന ഈ സവിശേഷകരമായ ശൈലി, ഒരു ബോധ്യം നമുക്കുണ്ടാവണം. വിളിയെക്കുറിച്ചുള്ളൊരു ബോധ്യം, ദൗത്യത്തെക്കുറിച്ചൊരു ബോധ്യം, ഒപ്പം നാം പ്രത്യേകിച്ച് സമാജ അംഗങ്ങൾ എന്ന നിലയിൽ വിശ്വാസത്തെക്കുറിച്ചൊരു ബോധ്യം. ഒരു കുടുംബത്തിൻ്റെ അടിത്തറ തിരുമേനി ഓർപ്പിച്ചല്ലോ, വിളക്കാണൊരു സ്ത്രീ. എന്താ സവിശേഷിപ്പിക്കുക? കാരണം ആത്മീയത, നമ്മുടെ ഒരു കുടുംബത്തിൻ്റെ ആധ്യാത്മികത അടിസ്ഥാനപ്പെടുന്നത് അമ്മയില, ഒരപ്പനിലോ മറ്റാളുകളിലോ അല്ല, അമ്മയില. അമ്മ ആധ്യാത്മികതയുടെ പൂർണ്ണതയായി വീട്ടിൽ വിലസുമ്പോൾ അനുഗ്രഹത്തോടെ അവിടുന്ന് ജനിക്കുന്ന കുഞ്ഞുങ്ങൾ, അവിടുന്നുള്ള മക്കൾക്കൊന്നും അതൊന്നും അന്യമായി പോകില്ല, അതിൻ്റെ ഭാഗമാണ്. ഒരുപക്ഷെ ക്രിസ്തുവിൻ്റെ ഭാവം മുഴുവൻ ഉണ്ടായത് പൗലോസ് അപ്പോസ്തലൻ എത്ര മനോഹരമായിട്ട് ഫിലിപ്പിലേക്ക് ക്രിസ്തുവിൻ്റെ ഭാവം നിങ്ങളിൽ ഉണ്ടാവട്ടെ എന്ന് സൂചിപ്പിക്കുമ്പോൾ എവിടുന്നായി ക്രിസ്തുവിൻ്റെ ഭാവം? ഈ ക്രിസ്തുവിൻ്റെ ഓരോ ഭാവങ്ങളും രൂപപ്പെട്ടിട്ടുള്ളത് അമ്മയിൽ നിന്നാണ്. ഈ വൃക്ഷത്തിൻ്റെ ഫലമാണ് വാസ്തവത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അതുകൊണ്ട് പ്രഥമമായി നമുക്ക് അനിവാര്യമായിരിക്കുന്ന ഘടകം, ഓരോ സ്ത്രീകൾക്കും അനിവാര്യമായിരിക്കുന്ന വീട് 7 തൂണുകളിൽ ദൃഢമായി, അത് കാറ്റ് വന്നുകൊള്ളട്ടെ, അത് കൊളു വന്നുകൊള്ളട്ടെ, അത് ജലപ്രളയം വന്നുകൊള്ളട്ടെ. മനോഹരമായ 2 ഭവന നിർമ്മിതിയെക്കുറിച്ച് സുവിശേഷകൻ സൂചിപ്പിക്കുന്നുണ്ട്. ഒന്ന് പാറമേൽ പണിതതും മറ്റൊന്ന് മണലിൽ പണിതതും. പലപ്പോഴും പല വീടുകളും തകർന്ന് തരിപ്പണമാകുന്നതിൻ്റെ കാരണം നാം ബുദ്ധിയോടെ ചെയ്യുന്നില്ലെന്നുള്ളതാണ്. പലപ്പോഴും മണൽപ്പുറത്ത് കാര്യങ്ങളുടെ സാഹചര്യങ്ങളുടെ സമ്മർദ്ദങ്ങളിൽ പെട്ടുകൊണ്ട് നിർമ്മിതിയിൽ ഇടപെടുമ്പോൾ അത് സ്ഥായിയായി നിലനിൽക്കില്ല. കുടുംബം നശിക്കാതെ അതിൻ്റെ നിർമ്മിതി അനുഗ്രഹമാണെങ്കിൽ ഏത് പ്രതികൂലങ്ങളെയും അതിജീവിക്കുവാൻ, ഉറച്ചു നിൽക്കുവാൻ നമ്മുടെ ഭവനങ്ങൾക്ക് സാധിക്കും. നമ്മുടെ കുടുംബങ്ങൾ നിലനിൽക്കണമെങ്കിൽ അവിടെ കരയുന്ന ഒരമ്മയുണ്ടാവണം, കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്ന ഒരമ്മയുണ്ടാവണം. ഇന്ന് എൻ്റെ മുമ്പിൽ ഈ ഓഡിറ്റോറിയം നിറഞ്ഞു നിൽക്കുമ്പോഴും ഞാൻ നിങ്ങളുടെ മുമ്പിലും ഒക്കെ നിൽക്കുമ്പോൾ അഭിമന്യ തിരുമനസ് പറഞ്ഞതുപോലെ കണ്ണുനീരൊഴുക്കുന്ന ചില അമ്മമാരുടെ ബാക്കിപത്രമാണ് ഞാനും നിങ്ങളും. അങ്ങനെയെങ്കിൽ നമ്മുടെ തലമുറ ഈ പരിസരത്ത് എന്തെങ്കിലും വരാൻ സാധ്യതയുണ്ടോ? അവർ കരഞ്ഞതിൻ്റെ ഒരംശമെങ്കിലും കരഞ്ഞു പ്രാർത്ഥിക്കുന്ന, കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്ന, വിശ്വാസബോധ്യത്തിൽ, നിയോഗബോധ്യത്തിൽ, കൺവിക്ഷനോടുകൂടി ജീവിക്കുന്ന ഒരനുഭവം നമുക്ക് വളർത്തിയെടുക്കുവാനായിട്ട് സാധിക്കുന്നുണ്ടോ? ഈ കുടിവരവിൻ്റെ ആത്യന്തികവും പരമവുമായ ലക്ഷ്യം മറ്റൊന്നല്ല, ഈ ഒരു കൺവിക്ഷൻ. അമ്മ കാട്ടിയ താൻ അനുഗ്രഹത്തോടെ ഒരു ദൗത്യത്തിലേക്ക് വരുമ്പോൾ എൻ്റെ ഇഷ്ടമല്ല നിൻ്റെ ഇഷ്ടം നടക്കട്ടെ എന്ന് ഒരുപക്ഷെയെങ്കിൽ അല്പം ബുദ്ധിപരമായിട്ട് അമ്മ ചിന്തിച്ചിരുന്നെങ്കിൽ ആ ഒരു വലിയ ദൗത്യം ഏറ്റെടുക്കുവാൻ അമ്മ മുതിരുമായിരുന്നു. അതിൻ്റെ വരും വരാഴികളെക്കുറിച്ച് തലനാരിഴ കീറി അമ്മ പരിശോധിച്ചിരുന്നെങ്കിൽ എടുക്കുകയില്ലായിരുന്നു. പക്ഷെ അതിനൊക്കെ അപ്പുറം എന്നെ വിളിച്ചവൻ വിശ്വസ്തനാണെന്നും വിളിച്ചവൻ എന്നെക്കുറിച്ചൊരു ദൗത്യമുണ്ടെന്നും ആ ദൗത്യം എൻ്റെ മാനുഷിക ബുദ്ധി കൊണ്ട് അട്ടിമറിക്കപ്പെടേണ്ടതല്ലെന്നുമുള്ളൊരു ബോധ്യം. ഇവിടെയാണ് ഓരോ സ്ത്രീകൾക്കും ഈ ഒരു ബോധ്യമുണ്ടാവണം. പ്രതിസന്ധികളെ അതിജീവിച്ചുകൊണ്ട് ബോധ്യത്തോടുകൂടി, ദിശാബോധത്തോടുകൂടി മുമ്പോട്ട് കുടുംബങ്ങളെ നയിക്കുവാൻ ഒരുപക്ഷെ സാധിക്കണമെങ്കിൽ നമുക്ക് അനിവാര്യമായിരിക്കുന്ന ഘടകവും മറ്റൊന്നല്ല, ഈ ഒരു ശരിയായ കൺവിക്ഷൻ. സഭയെക്കുറിച്ചൊരു കൺവിക്ഷൻ, നമ്മുടെ വിശ്വാസത്തെക്കുറിച്ചൊരു കൺവിക്ഷൻ, കുടുംബത്തെക്കുറിച്ച് ദൈവത്തിൻ്റെ സങ്കല്പത്തിൽ അധിഷ്ഠിതമായി ഒരു ബോധ്യവും കൺവിക്ഷനും ഒക്കെ നമുക്ക് അനിവാര്യമായിരിക്കുന്നു. ഇന്ന് പലയിടങ്ങളിലും വാർത്താമാധ്യമങ്ങളിലൊക്കെ വിമർശന ശരങ്ങൾ നെയ്യുമ്പോൾ അറിഞ്ഞും അറിയാതെയും നമ്മുടെയൊക്കെ മനസ്സിലും ഒരുപക്ഷെ ചെറിയ ചെറിയ ചോദ്യചിഹ്നങ്ങൾ, ഇത് ശരിയാണോ, ഇങ്ങനെയാണോ എന്നൊക്കെ ചില ചോദ്യങ്ങൾ എന്താ വരുന്നതെന്ന് ചോദിച്ചാൽ ഉത്തരം ഒന്നേ ഉള്ളൂ, കൺവിക്ഷൻ ഇല്ലാത്തതുകൊണ്ടാണ്. എനിക്കെൻ്റെ സഭയെക്കുറിച്ച്, എൻ്റെ പിതാക്കന്മാരെക്കുറിച്ച്, എൻ്റെ വിശ്വാസത്തെക്കുറിച്ച് ഒരു കൺവിക്ഷൻ ഉണ്ടെങ്കിൽ മറ്റൊക്കെ വന്നോട്ടെ, അതൊക്കെ കാറ്റും കോളും ഒക്കെ അടിച്ചതിൻ്റെ പാട്ടിന് പൊക്കോളും. അതിൻ്റെ നടുവിലും ഉറച്ചു നിൽക്കുവാൻ സാധിക്കും. നമ്മുടെ തലമുറകളെക്കുറിച്ച് നിരാശപ്പെടുവാൻ നമുക്കിടയാവില്ല. ഒന്നാമത്തെ ചിന്ത അതാണ്. വീണ്ടും അമ്മയുടെ അനുഗ്രഹീതമായ ജീവിതത്തിലേക്ക് വീണ്ടും നാം ഇറങ്ങുമ്പോൾ രണ്ടാമത്തെ അമ്മയുടെ ഗുണം, പ്രത്യേകിച്ച് നിർമ്മിതിയിൽ, ഭവന നിർമ്മിതിയിൽ, നസ്രയത്തിൻ്റെ എളിയ ഭവനത്തെ ദൈവരാജ്യത്തിൻ്റെ നിർമ്മിതിയിലേക്കാണ് കൊണ്ട് അമ്മ എത്തിക്കുന്നു.
കേവലം നസറേത്തിലെ കൊച്ചു ഗ്രാമത്തിൽ ജനിച്ചവൾ ദൈവരാജ്യത്തിൻ്റെ നിർമ്മിതിക്ക് വേണ്ടിയുള്ള വലിയ ഒരു പണിയാണ്, ദൗത്യമാണ് അമ്മ ഏറ്റെടുക്കുന്നത്. വാസ്തവത്തിൽ നമ്മളൊക്കെ കൊച്ചു വീടുകളിലാകുമ്പോൾ ആ വീടിൻ്റെ ചുറ്റുവട്ടമല്ല, ഈ വീട്ടിലൂടെ എൻ്റെ സഭയിലൂടെ ദൈവരാജ്യത്തിൻ്റെ കെട്ടുപണിയിലാണ് ഞാൻ പങ്കാളി എന്നുള്ളൊരു ബോധ്യം. ഇതാ അമ്മയെ ഭരിക്കുന്നത്. അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് അമ്മ അനുഗ്രഹത്തോടെ സമർപ്പിപ്പാൻ കണ്ണിടയായി. അങ്ങനെയുള്ള സമർപ്പണത്തിന് അനിവാര്യമായത് ഒരു ട്രൂ കമ്മ്യൂണിക്കേഷൻ. രണ്ടാമത്തെ സി അതാ, ഒരു നല്ല കമ്മ്യൂണിക്കേഷൻ, ആശയസംവേദനം ഉണ്ടാവണം. കുടുംബത്തിൻ്റെ ഭദ്രതയ്ക്ക് അനിവാര്യമാണ്. അമ്മ എത്ര സുന്ദരമായിട്ടാണ് തൻ്റെ മുമ്പിൽ വരുന്ന ആളുകളോട്, തൻ്റെ ദൗത്യ നിർവഹണത്തിന് വരുന്ന ആളുകളോടൊക്കെ എത്ര കൃത്യതയോടെയാണ്. ഗബ്രിയേൽ ദൂതൻ വന്ന് ഈ വലിയ ദൗത്യം അറിയിക്കുമ്പോഴും അമ്മ വെറും കണ്ണടച്ചൊരു പൊട്ടിയെ പോലെ സംഭവിക്കുകയല്ല. അമ്മ പറയുന്നുണ്ട് തൻ്റെ വ്യക്തിപരമായൊരു ബോധ്യം, ഞാൻ പുരുഷനെ അറിഞ്ഞിട്ടില്ല. ഇത് വാസ്തവത്തിൽ അവിവാഹിതയായ, ഞാൻ എപ്പോഴും ചെറുപ്പക്കാരോട് സംസാരിക്കുമ്പോൾ അവിവാഹിതയായ ഒരു പെൺകുട്ടി പറയുകയാണ്, ഒരു പുരുഷ സ്പർശമേൽക്കാത്ത എത്ര സുന്ദരമായ അമ്മയുടെ വിശുദ്ധിയുടെ ആൾരൂപത്തിന് ഇനി അതിൽ കൂടെ തന്നെ വേണ്ടത്. ഒരു പുരുഷ സ്പർശമേൽക്കാത്ത തികഞ്ഞ കന്യാത്വമുള്ള വൻ അനുഗ്രഹം. അവിടെ സംവദനം, അത് ആ ആത്മവിശ്വാസമുള്ളവർക്കേ അത് പറയാൻ പറ്റുള്ളൂ, ആ ബോധ്യമുള്ളവർക്കേ അത് പറയാൻ പറ്റുള്ളൂ. ഇത്ര കൃത്യതയോടുകൂടി ഞാൻ പറഞ്ഞു വരുന്നത് അമ്മയുടെ വിശുദ്ധിയുടെ പൂർണ്ണതയാണ് അവളുടെ ആശയ സംവദനത്തിലുമൊക്കെ വ്യക്തതയോടുകൂടി നമുക്ക് ബോധ്യമാകുവാൻ തക്കവണ്ണം ഇടയാവുന്നത്. അവൾ പറയുക, വീണ്ടും അവൾ ഒരു വലിയ ദൗത്യത്തിന് ഏറ്റപ്പെട്ടപ്പോൾ അവൾ വീണ്ടും ഓടുകയാണ് ആശയ കമ്മ്യൂണിക്കേഷന് വേണ്ടി. ആരുടെത്തേക്ക്? തൻ്റെ ചർച്ചക്കാരി മലനാട്ടിൽ താമസിക്കുന്ന എലിശബയുടെ അരികിലേക്ക് ചെല്ലുകയാണ്. വാസ്തവത്തിൽ ഈ ആശയ സംവേദനത്തിൻ്റെ തലങ്ങളാണ്. ഇന്ന് തലമുറകളിലൊക്കെ തമ്മിൽ എന്തെല്ലാം ഭിന്നതകളുള്ളൊരു കാലത്താണ് ഞാനും നിങ്ങളൊക്കെ ജീവിക്കുന്നത്. ഇവിടെ എൻ്റെ മുമ്പിൽ ഇരിക്കുന്ന ഞാനും നിങ്ങളും പരസ്പരം മനസാക്ഷിയോട് സുശോധിക്കേണ്ടതാണ്. എൻ്റെ കൂരയ്ക്ക് കീഴിൽ ഒരേ വീട്ടിൽ പാർക്കുമ്പോൾ ഒരേ കിടക്ക പങ്കിടുന്ന ജീവിത പങ്കാളിയുണ്ട്, ഒരേ വീട്ടിൽ പാർക്കുന്ന മാതാപിതാക്കളുണ്ട്, ഒരേ വീട്ടിൽ ഒന്നൊച്ച സന്തോഷത്തോടെ കഴിയുന്നു എന്നൊക്കെ ഞാനും നിങ്ങളുമൊക്കെ അഭിമാനിക്കുന്ന മക്കളുണ്ട്. ഇവരൊക്കെ തമ്മിലുള്ള ആശയ സംവേദനം, പരസ്പരമുള്ള കമ്മ്യൂണിക്കേഷൻ എത്ര ശുഷ്കമാണെന്ന് ചിന്തിക്കണം. ഒരു ഓപ്പൺനെസ്, ഒരു സുതാര്യത, ഒരു ട്രാൻസ്പെറൻസി നമ്മുടെയൊക്കെ ആശയ സംവദനത്തിൽ. കുടുംബങ്ങളുടെ തകർച്ചയ്ക്ക് ഇന്ന് പല തൂണുകളും ഇളകിപ്പോകുന്നു. അതുകൊണ്ടാണ് മനോഹരമായി 7 തൂണുകളിൽ നിർമ്മിക്കുന്ന രമ്യഹർമ്മ മന്ദിരങ്ങളായി കുടുംബങ്ങൾ ദൈവരാജ്യത്തിൻ്റെ പതിപ്പുകളായിട്ടൊക്കെ തീരണം എന്ന അഭിവന്ദ്യ പിതാവ് നമ്മളോട് സൂചിപ്പിക്കുമ്പോൾ, ദൈവരാജ്യത്തിൻ്റെ പതിപ്പുകളാണോ മറ്റെന്തെങ്കിലും പതിപ്പുകളാണോ കുടുംബങ്ങൾ? ഈ കുടുംബങ്ങൾ പതിപ്പുകളാകാത്തതിൻ്റെ കാരണം പ്രോപ്പർ ആശയ സംവദനമില്ല. പരസ്പരം ആശയം സംവദിപ്പിക്കുവാൻ സാധിക്കുന്നില്ല. ജീവിത പങ്കാളിയോട് പോലും ഹൃദയം തുറന്ന് ആശയവിനിമയം നടത്തുന്ന എത്ര ആളുകൾ നമ്മുടെ ഇടയിലുണ്ട്? ഇത് ആത്മശോധന ചെയ്യേണ്ടുന്ന വിഷയം. കുടുംബങ്ങളുടെ ഇന്നത്തെ അടിസ്ഥാന മൂല്യ തകർച്ചയ്ക്ക് കാരണമാണ്. മാതാപിതാക്കളും മക്കളും തമ്മിൽ ഒരു പേയിങ് ഗസ്റ്റ് പോലെ വരുന്നു, ജീവിക്കുന്നു, ചാപ്പാടടിക്കുന്നു, പോകുന്നു. ജീവിത പങ്കാളിയുടെ മക്കളുടെ ഒക്കെ അവസ്ഥയാണ്. അവിടെ ചില പെക്കോലങ്ങളുണ്ട്, ജന്മം തന്ന ചില മാതാപിതാക്കളുണ്ട്. അവരുമായിട്ടൊന്നും വേണ്ടുവണ്ണം ഞങ്ങളൊക്കെ ഒറ്റയ്ക്ക് അവരെ കാണുമ്പോൾ, എൻ്റെ അച്ഛ എന്തെല്ലാം ഉണ്ടെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? സന്തോഷത്തോടും സ്നേഹത്തോടും ഒരു വാക്കൊന്നും ഉച്ചരിക്കണ്ടേ? കൂട്ടിൽ കിടക്കുന്ന നായ്ക്ക് കൊടുക്കുന്നത് പോലെ ഭക്ഷണം കൊണ്ടിട്ടിട്ട് പോയിട്ട് കാര്യമുണ്ടോ? കിട്ടേണ്ടത് കിട്ടുന്നില്ല. ആശയം സംവേദനം പരസ്പരം. ഇവിടെയാണ് അമ്മ ഒരു വലിയ അനുഗ്രഹീത അടയാളം. തൻ്റെ ചർച്ചക്കാരുടെ അരികിലേക്ക് അമ്മ ഓടിപ്പോകുന്നത് തൻ്റെ വ്യക്തിപരമായ ഒരു സാന്ത്വനത്തിന് വേണ്ടിയാണ്. അതിനപ്പുറം ആ വേദനിക്കുന്ന അമ്മയെ ചേർത്ത് നിർത്തുന്ന ഒരു കന്യകയെ കാണാൻ സാധിക്കുക. ഇവിടെയാ കന്യക മറിയാമിൻ്റെ ആശയ സംവേദനം. താൻ ചെല്ലുന്നിടത്തൊക്കെ അതാ കാണുന്നത്. എത്ര മനോഹരമായി കാനാവിൽ ചെന്ന് കാലുമ്മേ കാലു വെച്ച് താനൊരു അതിഥിയായിരുന്നു കൊണ്ട് അവരുടെ ആതിഥ്യം സ്വീകരിച്ചുകൊണ്ട് സന്തോഷത്തോടെ മടങ്ങിപ്പോയി. ഇല്ലവല്ലാഴികളൊന്നും അവിടെ വിഷയമല്ല. ഇറ്റ് ഈസ് നൺ ഓഫ് ഹെർ ബിസിനസ്. പക്ഷേ എങ്കിൽ അമ്മ അങ്ങനല്ല. ഞാനുള്ളിടത്തൊരു കുറവുണ്ടാകരുത്, ഈ ഒരു ബോധ്യം. അതെങ്ങനെയാണ് അറിയുക? ദേ ഇൻട്രാക്ട് വിത്ത് ദ പീപ്പിൾ ഓഫ് ദെയർ. അവിടെയുള്ള ആളുകളുമായി, വീട്ടുകാരുമായി, കുടുംബക്കാരുമായി അവരുടെ കുറവെന്താ, അവരുടെ പ്രയാസം എന്താ, അവരുടെ വേദന എന്താ, ദുഃഖം എന്താ, ഇതറിയാനുള്ളൊരു ജിജ്ഞാസ. ഇത് ആശയ സംവേദനം നടക്കുമ്പോഴേ അറിയുള്ളൂ. പലപ്പോഴും നമ്മൾ പറയണ്ട, എൻ്റെ അച്ഛാ അവർ പറയണ്ടേ എന്നെങ്കിലല്ലേ അറിയുള്ളൂ. പറയാൻ ഉള്ളൊരു വിശ്വാസം നിന്നിലുണ്ടോ? നിന്നോട് പങ്കിടാൻ തക്ക ഓരോ വിശ്വാസിയും, പ്രത്യേകിച്ച് സ്ത്രീകൾ ചിന്തിക്കേണ്ടതാണ്. പണ്ടൊക്കെ അമ്മച്ചിമാർക്ക് പ്രഷറില്ല, ഷുഗറില്ല. കാരണം ഉച്ചയ്ക്ക് ഊണ് കഴിഞ്ഞ് ഒരു കൊച്ചു വല്ലമെടുത്ത് കയ്യിൽ വെച്ചുകൊണ്ട് വീടിൻ്റെ അരി തന്ന്, പിന്നെ മതിൽ പോലെയുള്ള ജയില് പോലെയുള്ള മതിൽക്കെട്ടുകളൊന്നുമില്ല. അവർ പരസ്പരം 1-2 മണിക്കൂർ ഇരുന്ന് പുല്ല് പറിക്കുകയും അല്ലെങ്കിൽ കരിയില പറക്കുകയും കാര്യങ്ങൾ പറയുകയും ചെയ്യും. എല്ലാം പങ്കിടുകയാണ്.
കാരണം അവർ വിശ്വാസമുണ്ട്, എൻ്റെ ഹൃദയത്തെ അറിയുവാൻ, തൊട്ടറിയുവാൻ എന്നോടൊപ്പമുള്ള എൻ്റെ അയൽപക്കക്കാർക്ക് സാധിക്കും. ഇന്ന് ഏറ്റവും നമ്മൾ കരുതലോടെ സൂക്ഷിക്കുന്ന ആരും അറിയരുത്. എൻ്റെ കാര്യങ്ങളൊന്നും പങ്കിടുന്നില്ല, എല്ലാം ഉള്ളിലൊതുങ്ങുകയാണ്. ഉള്ളിലൊതുക്കുന്നതിൻ്റെ പരിണിതഫലം നമുക്കറിയാം. എന്തെല്ലാം പ്രതിസന്ധികൾ, രോഗങ്ങൾ വർദ്ധിക്കുന്നു, മാനസിക സംഘർഷങ്ങൾ വർദ്ധിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വളരെ ചെറിയ പ്രായത്തിലുള്ള ആളുകളാണ് എല്ലാം ഉള്ളിലൊതുക്കി അവസാനം സൈക്കാട്രിസ്റ്റിനെ കാണേണ്ട ഗതികേടുണ്ടാവുകയാണ്. കാരണം പങ്കിടുന്നില്ല, പെറ്റമ്മയോട് പങ്കിടുന്നില്ല, ജീവിത പങ്കാളിയോട് പങ്കിടുന്നില്ല, കൂടപ്പിറപ്പുകളോട് പങ്കിടുന്നില്ല, ഒതുക്കി ഉള്ളിലൊതുക്കുക. അമ്മ ഹൃദ്യമായി ആളുകളോട് സംവദിക്കുക, ചെല്ലുന്നിടത്ത് ആളുകളോട് സംവദിക്കുക, അവരുടെ വേദന സ്വന്തം വേദനയായിട്ട് ഏറ്റെടുക്കുക, അവരുടെ ദുഃഖം സ്വന്തം ദുഃഖമായിട്ട് ഏറ്റെടുക്കുക, അവരുടെ നെരിപ്പോടുകൾ പങ്കിടുവാനുള്ള സന്മനസ് കാണിക്കുക. ഇതെങ്ങനെയാണ് സാധിക്കുന്നത്? ഉള്ളു തുറന്നുള്ളൊരു ആശയ സംവദനം. നമുക്കത് സാധിക്കുമോ? പണ്ട് കല്യാണം കഴിച്ചു കയറുമ്പോൾ ഭാര്യയും ഭർത്താവും പറഞ്ഞാൽ രാത്രിയും പകലും മുഴുവൻ പറഞ്ഞാലും തീരുകയില്ല. ഇപ്പം കഷ്ടിച്ചൊരു മൂളലോ ഞരക്കമോ കഷ്ടിച്ചുണ്ടെങ്കിലായി അത് കവിഞ്ഞില്ലാത്തൊരവസ്ഥയിലേക്ക് വരിക. പരസ്പരം ഉള്ളു തുറന്ന് നമ്മുടെ കിതപ്പും കുതിപ്പും ഒക്കെ സുന്ദരമായി കുഞ്ഞുങ്ങൾ വീടുകളിലേക്ക്, സ്കൂളുകളിൽ നിന്ന് കോളേജുകളിലേക്ക് വരുമ്പോൾ, വിദേശങ്ങളിലൊക്കെയുള്ള പ്രത്യേകതയുണ്ട്. എത്ര തിരക്കുണ്ടെങ്കിലും അമ്മ ഓടി വന്ന് ജീവിത പങ്കാളി ഓഫീസിൽ നിന്നോ കുഞ്ഞുങ്ങൾ യൂണിവേഴ്സിറ്റിയിൽ നിന്നോ കോളേജിൽ വരുമ്പോൾ ചേർത്തവനെ കെട്ടിപ്പിടിച്ചൊരു ഉമ്മ കൊടുക്കും. അതിന് ആത്മാർത്ഥത എന്തുണ്ട് എന്നൊക്കെ ഉള്ളത് ബ്രാക്കറ്റിലിടേണ്ട കാര്യമാണ്. പക്ഷേങ്കിൽ അവരെ അറ്റൻഡ് ചെയ്യുന്ന എത്ര മാതാപിതാക്കൾ കുഞ്ഞുങ്ങളോട് ഹൃദയം തുറന്ന്, ഈ കുഞ്ഞുങ്ങളോട് ഹൃദയം തുറന്ന അമ്മമാർ സംസാരിക്കുന്ന ഒരു കുഞ്ഞ് നഷ്ടമായി പോകുകയില്ല. കാരണം വീട്ടിൽ അതിന് വേദിയില്ലെങ്കിൽ പിന്നെ അവർ കണ്ടെത്തേണ്ട ചില വഴിയുണ്ട്. അതാ ചിലപ്പോൾ വഴിയോരങ്ങളിലും ക്യാമ്പസുകളിലും അവരുടെ ഹൃദയം തുറന്ന് കേൾക്കുവാനുള്ള ആളുകളെ ചിലപ്പോൾ അവർ തെറ്റിദ്ധരിച്ച് ആളുകളുടെ മുമ്പിൽ ഉള്ളു തുറക്കും. അതവർക്ക് കണിയായി അവസാനം അവർ പെട്ടും പട്ടും പോകുവാൻ ഇടയാകുന്നതിൻ്റെ കാരണം അതാ. ഇവിടെയാണ് ഉള്ളു തുറന്നുള്ളൊരാശയ സംവദനം ജീവിത പങ്കാളികൾ തമ്മിലുണ്ടാവട്ടെ, അപ്പനും മക്കളും തമ്മിലുണ്ടാവട്ടെ, കുടപ്പുറപ്പുകൾ തമ്മിലുണ്ടാവട്ടെ. മക്കളെ ചേർത്ത് നിർത്തുന്ന അമ്മയുടെ ഒരു ചിത്രം എത്ര സുന്ദരമാണ്. പൗരസ്ത്യ സഭയിൽ അമ്മ ഒറ്റയ്ക്ക് നിൽക്കുന്ന ചിത്രമല്ല, കുഞ്ഞിനെ നെഞ്ചോട് ചേർത്ത് നിർത്തുന്ന ഈ അമ്മ പറയുക, നിങ്ങളെ ചേർത്ത് നിർത്തുന്ന ആളാണ് ഞാൻ. നിങ്ങൾക്ക് പരസ്പരം ഒന്ന് ചേർത്ത് നിർത്തുവാൻ സാധിക്കുമോ? ബന്ധങ്ങളെ ഊഷ്മളമാക്കുവാൻ സാധിക്കുമോ? ബന്ധങ്ങൾ ഊഷ്മളമാക്കണമെങ്കിൽ ഒരു ഷോർട്ട് കട്ടുമില്ല. ഹൃദയം തുറന്ന് ആശയ സംവേദനം നടത്തുവാൻ, പരസ്പരം ആശയം സംവേദനം നടത്തുവാൻ, അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ളു തുറന്ന് സംസാരിക്കുവാൻ നമുക്ക് സാധിക്കണം. എല്ലാ വേദനകളും, അതുകൊണ്ടല്ലേ മനഃശാസ്ത്രജ്ഞൻ പറയുന്നത് സന്തോഷം പരസ്പരം പങ്കിടുമ്പോൾ അത് സമൃദ്ധിയോട് ഇരട്ടിക്കുമെന്നും ദുഃഖങ്ങൾ പങ്കിടുമ്പോൾ അത് പകുതിയായി കുറയും എന്ന് പറയുമ്പോൾ എന്തേ നമ്മുടെ ദുഃഖങ്ങൾക്ക് കാഠിന്യം വർദ്ധിക്കുകയും സന്തോഷങ്ങൾ അറ്റുപോവുകയും ചെയ്യുന്നതിൻ്റെ കാരണം ആശയ സംവദനത്തിൻ്റെ കുറവാണ്. അമ്മ ഈ അനുഗ്രഹീത പെരുന്നാൾ ഈ സംഗമത്തിൽ വന്നിരിക്കുന്ന എന്നോടും നിങ്ങളോടും പൊതുവായി ഞാൻ നിങ്ങളോട് സംസാരിക്കുമ്പോൾ ഞാൻ എന്നോട് തന്നെ സംസാരിക്കുവാനും അത് കേൾക്കുവാനും ഗ്രഹിക്കുവാനും കഴിയണം. നമ്മളോട് പരസ്പരം ഒന്നിച്ചു ചേർന്ന് അമ്മ പങ്കിടുന്നതാ, ഒന്ന് ചേർത്ത് നിർത്തുവാൻ, ഉള്ളു തുറന്നൊന്ന് സംസാരിക്കുവാൻ, അവരുടെ വേദനകളും ദുഃഖങ്ങളും ഏറ്റെടുക്കുവാൻ, നിന്റെ ഹൃദയത്തിൻ്റെ വ്യഥകളെ പങ്കിട്ട് അതിന് പരിഹാരം കണ്ടെത്തുവാൻ നിനക്ക് കുറച്ചുകൂടെ ഊഷ്മള ബന്ധങ്ങൾ, നല്ല ബന്ധങ്ങൾ നമുക്ക് സാധിക്കുമോ? എന്തേ കുടുംബങ്ങളിലൊക്കെ ഒരുപക്ഷെങ്കിൽ ഇടവകളിലൊക്കെ ഭിന്നത എന്താ? അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഭിന്നത കൊണ്ടാണ്. ഇതൊക്കെ ഒന്ന് മാറി ഊഷ്മളമായി ഞാൻ ആ ഭാഗവും വിടുകയാണ്. വീണ്ടും അമ്മയുടെ സവിശേഷകരമായ മൂന്നാമതൊരു ഗുണം കൂടെ ഞാൻ പറഞ്ഞുകൊണ്ട് നിർത്തും. ഒരു ക്വാളിറ്റിയുണ്ട്. അമ്മ ഷി വാസ് എ ലേഡി ഓഫ് ട്രൂ സെൽഫ് കണ്ടന്റ് ആയിരുന്നു. CONTENT, തൃപ്തമായൊരു ജീവിതം. ഇന്നത്തെ ആധുനിക സമൂഹത്തിൻ്റെ ഒരു വലിയ പ്രശ്നം, ഒന്നിനെക്കുറിച്ചൊരു തൃപ്തിയില്ല. ഒന്ന് ചോദിച്ചു നോക്കി, ഓരോരുത്തരോടും ഒരു വ്യക്തിപരമായിട്ടൊന്ന് ചോദിച്ചു, എങ്ങനെയുണ്ട് കുഞ്ഞുങ്ങളൊക്കെ, എങ്ങനെയുണ്ട് എൻ്റെ അച്ഛ, എന്നാ പറയാനാ, ജീവിതം എങ്ങനെയുണ്ട് എൻ്റെ അച്ഛ, എന്തോരം നല്ല ആലോചനയൊക്കെ വന്നതാ, ഇനിയിപ്പോൾ പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? തൃപ്തിയില്ല. വീടിനെക്കുറിച്ച്, കുടുംബത്തെക്കുറിച്ച്, എൻ്റെ അച്ഛ ഒരു ബ്രാക്കറ്റിലുണ്ട്, നശിച്ചിടത്തേക്ക് വന്ന് കയറിയത് എൻ്റെ കഷ്ടകാലം തുടങ്ങി ഇല്ലേ, പലപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്ന. ഇനി സഭയെക്കുറിച്ചെന്ന് പറഞ്ഞ് എൻ്റെ അച്ഛ എന്തോ അച്ഛ ഈ കാണുകയും കേൾക്കുകയും ചെയ്യുന്നത്. തൃപ്തിയില്ല. സഭയെക്കുറിച്ചില്ല, കുടുംബത്തെക്കുറിച്ചില്ല, ജീവിത പങ്കാളിയെക്കുറിച്ചില്ല, ജന്മം കൊടുത്ത മക്കളെക്കുറിച്ചില്ല, ഒന്നിനെക്കുറിച്ച്. എന്തിനെക്കുറിച്ചാ? ഇനി ആരോഗ്യത്തെക്കുറിച്ചെന്ന് ചോദിച്ച് എൻ്റെ അച്ഛ ഒന്നും പറയാതിരിക്കുന്നതല്ലത്, എഴുന്നേറ്റ് നടക്കാൻ മേലെ അല്ലേ. ഒന്നിനെക്കുറിച്ചും വീണ്ടും ഒരു ജീവിതം ഉണ്ടെങ്കിൽ ഇവിടൊക്കെ തന്നെ ആകാനോ? എൻ്റെ അച്ഛ ഒരബദ്ധം ആർക്കും പറ്റില്ലേ, ഇനിയും ഒരബദ്ധം ഉണ്ടാവണോ? ഇല്ലേ. പലപ്പോഴും നമ്മുടെയൊക്കെ മനോഭാവം അതാ. എന്തേ? കാരണം ഒന്നേ ഉള്ളൂ, ഒരു ബോധ്യം. നമുക്കൊരു ഒരു ഒരു തൃപ്തമായൊരു ജീവിതം. അമ്മയുടെ പ്രത്യേകത അതാ.
അമ്മയ്ക്ക് അമിത സ്വപ്നങ്ങളൊന്നും ഉണ്ടായില്ല. അമ്മയെക്കുറിച്ച് മനോഹരമായൊരു സുന്ദര സങ്കല്പം സൂചിപ്പിക്കുന്നുണ്ട്. അത് വാസ്തവത്തിൽ ഐതിഹ്യത്തിൽ സൂചിപ്പിക്കുന്നൊരു കാര്യമാണ്. ഈ 1-ാം നൂറ്റാണ്ടിൽ ക്രിസ്തു ജനിക്കുന്നതിന് തൊട്ടു മുമ്പ് യഹൂദന്മാരുടെ ഇടയിൽ ഒരു വല്ലാത്ത വിശ്വാസം, പ്രത്യേകിച്ച് പ്രവാചകന്മാരൊക്കെ പറഞ്ഞു കന്യകയിൽ നിന്നാണ് കർത്താവ് ജനിക്കാൻ പോവുക. അപ്പോൾ കന്യകയിൽ നിന്നാണ് ജനിക്കുന്നതെങ്കിൽ ഏത് കന്യകയും തിരഞ്ഞെടുക്കാം വാസ്തവത്തിൽ. അങ്ങനെയാണെങ്കിൽ അത് ആർക്കാകും? അത് യഹൂദ മാതാപിതാക്കന്മാരൊക്കെ എന്താ ചെയ്തത്? കന്യാത്വമൊക്കെ ആകുമ്പോഴത്തേക്ക് കുഞ്ഞുങ്ങളെ, പെമ്മക്കളെ അതിനുവേണ്ടി ഒരുക്കി ലേവി കുടുംബങ്ങൾ, ലേവി കുടിലുകളെന്ന് അവിടെ പറയുക, ദേവാലയത്തോട് ചേർന്നുള്ള ലേവി കുടിലുകൾ കെട്ടി അവിടെ കൊണ്ട് പാർപ്പിക്കുക. പ്രാർത്ഥനയുടെ വലിയ പുസ്തകങ്ങളൊക്കെ കൊടുക്കും. അവർ കൃത്യതയോടെ അത് ഉരുവിട്ടുകൊണ്ട്, കാരണം വല്ല ഗുണവിധേനയും തമ്പുരാന് ജന്മം കൊടുക്കാൻ എൻ്റെ മകൾക്കൊരു ഭാഗ്യം കിട്ടിയാൽ അതിൽ പരം ജീവിതത്തിൽ എന്തെങ്കിലും നേടാനുണ്ടോ? ഈ ഒരു ബോധ്യത്തോടു കൂടിയാണ്. പക്ഷെ അമ്മയെ കൊണ്ട് ഹന്നയും യോയാക്കീം അവിടെ താമസിപ്പിച്ചു. അമ്മ നിരന്തരമായി പ്രാർത്ഥന നടത്തി. എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ട്, അമ്മ ഈ പുസ്തകമൊന്നും തുറക്കാൻ പോകുന്നില്ല. അമ്മ എന്താ പ്രാർത്ഥിച്ചതെന്ന് ആളുകൾ വളരെ ശ്രദ്ധയോടെ കൗതുകത്തോടെ നോക്കിയപ്പോൾ അമ്മ പറഞ്ഞത്, അമ്മ ക്രിസ്തുവിന് ജന്മം കൊടുക്കാനുള്ള യോഗ്യതയൊന്നും എനിക്കില്ല. ക്രിസ്തു ഈ മശിഹാ ലോകത്തിലേക്ക് വരുമ്പോൾ അതിനുള്ള യോഗ്യതയൊന്നും എനിക്കില്ല. എനിക്കൊരു ഭാഗ്യം തമ്പുരാൻ തരണം. എന്താ അത്? നീ ആരെയെങ്കിലും യുക്തമായ, യോഗ്യയായ, അതിന് പൂർണ്ണതയുള്ള ആളുകളെ തിരഞ്ഞെടുത്താട്ട് അവളുടെ ഒരു ദാസിയാകാൻ, അവളുടെ ഒരു ദാസിയാൻ, ആ കുഞ്ഞ് ദാസിയ നിലയിൽ ഈ കുഞ്ഞിനെ കൈത്തണ്ടിലൊന്ന് വഹിക്കാൻ, മൂർധാവിലൊരു ചുംബനം കൊടുക്കാൻ ഭാഗ്യം കിട്ടി, അത് മതി. അതുകൊണ്ടാണ് വാസ്തവത്തിൽ ഇവിടെ കന്യക മറിയാമിൻ്റെ അടുത്ത് ഗബ്രിയേൽ ദൂതൻ വന്ന് നീ പ്രസവിച്ചൊരു ക്രിസ്തുവിന് ജന്മം കൊടുക്കും, ഇവൻ ഇമ്മാനുവേൽ എന്ന് പേരിടുന്നൊക്കെ പറഞ്ഞപ്പോൾ അവൾ പറഞ്ഞു ഞാൻ നിന്റെ ദാസി എന്ന് പെട്ടെന്ന് പറഞ്ഞത് ഹൃദയം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ദാസ്യത്തെക്കുറിച്ചുള്ളൊരു ചിന്തയാണ്. ഒരു ദാസിയാകാൻ, ഒരു സ്വയം പര്യാപ്തി തീർന്നുകൊണ്ട് ഒരു കമ്മയാകാനുള്ള യോഗ്യതയ്ക്ക് അപ്പുറമായി അവൾ താഴ്മയോടെ വിനയാന്വിതയായ ഒരു ദാസിയായ ഭാവം തൻ്റെ ഉള്ളിൽ വാസ്തവത്തിൽ അവൾ രൂപപ്പെടുത്തി എന്നുള്ളതാണ്. അമിത മോഹങ്ങളൊന്നുമില്ലാതെ. ഇന്ന് നമ്മുടെ നിരാശയ്ക്ക് എന്നാ കാരണം? ഇല്ലാത്തതാണോ? ഒരുപക്ഷെ ഞാനും നിങ്ങളുമൊക്കെ ചിന്തിച്ചു നോക്കേണ്ടത്, നമ്മുടെയൊക്കെ മുൻകാല ജീവിതത്തിലേക്ക് നോക്കി വിവാഹം കഴിച്ചുകൊണ്ട് വന്ന ജീവിതത്തിൻ്റെ അവസ്ഥയാണോ ഇന്ന് ആ കുടുംബങ്ങളിൽ? എത്രയോ സമൃദ്ധി തന്നു, പക്ഷെ എന്ത് ഇന്നും തൃപ്തിയില്ലാത്തത്? കാരണം ഒന്നേ ഉള്ളൂ, നമുക്ക് തൃപ്തമായൊരു മനസ്സില്ല. വാസ്തവത്തിൽ ഇല്ലായ്മയല്ല നമ്മുടെ പ്രശ്നം, അമിതമായ മോഹവും മറ്റുള്ളവരുള്ള താരതമ്യവും ആണ് പലപ്പോഴും നമ്മുടെയൊക്കെ ഈ വല്ലാത്ത നിരാശയ്ക്കും നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ വല്ലാത്ത അവസ്ഥയ്ക്കുമൊക്കെ കാരണമായിട്ടുള്ളത്. അതുകൊണ്ട് സംതൃപ്തമായൊരു ജീവിതം അമ്മയെ ഭരിക്കുന്നത് അതാ. ആ തമ്പുരാൻ സന്നിധിയിലേക്ക്, എലീശബയുടെ സന്നിധിയിലേക്ക് അമ്മ വരുമ്പോൾ ആ വല്യമ്മ പറഞ്ഞൊരു വാക്കുണ്ട്, അയ്യോ കർത്താവിൻ്റെ അമ്മ എൻ്റെ അടുക്കൽ വരാനുള്ള ഭാഗ്യം എവിടെ നിന്നുണ്ടായി എന്നൊക്കെ ചോദിച്ചപ്പോൾ നമ്മുടെയൊക്കെ അമ്മമാരാണ് തുള്ളിച്ചാടി ബഹളം വെച്ചതിന്. എത്ര വിനയാന്വിതമായി, കേട്ട ഭാവം നടിക്കാതെ. തമ്പുരാൻ്റെ അമ്മയെന്ന നാമകരണം കിട്ടുമ്പോഴും 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിക്കുമ്പോഴും വെള്ളം വീഞ്ഞാക്കുമ്പോഴും ഒന്നും അമ്മയ്ക്ക് ഭാവവ്യത്യാസം ഇല്ല. ഇനി അമ്മയ്ക്ക് വേറെ ഭാവവ്യത്യാസം. കുരിശിൻ്റെ ചുവട്ടിൽ നിന്ന് അമ്മ വല്ലാണ്ട് കാറി നിലവിളിച്ച് വിഷയങ്ങളുണ്ടാക്കിയില്ല. അമ്മ ഇമോഷണൽ ആയിരുന്നില്ല. ഷി വാസ് ഓൾവേസ് ഡിവോഷണൽ. അമ്മ ഭക്തിയുടെ പൂർണ്ണതയായിരുന്നു. അവർക്ക് ദുഃഖവും സുഖവും എല്ലാം സമ്മിശ്ര അനുഭവങ്ങൾ സമചിത്തതയോടെ കാണാനുള്ള സ്പിരിച്വൽ മെച്യൂരിറ്റി അമ്മയ്ക്കുണ്ടായിരുന്നു. ഈ മെച്യൂരിറ്റിയിലേക്ക് വളരണമെങ്കിൽ സംതൃപ്തമായൊരു ജീവിതം, എല്ലാത്തിനെയും കുറിച്ചൊരു തൃപ്തി ഉണ്ടാവണം, പോസിറ്റീവായിട്ട് കാണാൻ തക്കവണ്ണയാണ് ഈ സംഗമം ഉദ്ദേശിക്കുന്നതാണ്. അപ്പം എന്തിരുമനസ് പറഞ്ഞതുപോലെ ബുദ്ധിയുള്ളവൾ, സാമർഥ്യമുള്ളവൾ, അത് വെറും അറിവല്ല, അത് സ്പിരിച്വൽ വീക്ഷണമാണ്, ആത്മീയ പരിജ്ഞാനമാണ്. അതെല്ലാവർക്കും കിട്ടുന്നതല്ല. ഈ പരിജ്ഞാനമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കൗദാശിക അനുഭവങ്ങളിലൂടെ സുവിശേഷങ്ങളാകുന്ന 4 തൂണുകളെ ഉയർത്തിക്കൊണ്ട് അതിനപ്പുറമായി വിശുദ്ധന്മാരുടെ വേലി കിട്ടിക്കൊണ്ട് ശുദ്ധിമതിയുള്ള മധ്യസ്ഥയിൽ അഭയം പ്രാപിച്ചുകൊണ്ട് നമ്മുടെ കുടുംബങ്ങളെ, എങ്ങനെയുള്ള കുടുംബങ്ങളെ, സ്വർഗത്തിൻ്റെ പതിപ്പുകളായി നമ്മുടെ കുടുംബങ്ങളെ കെട്ടിപ്പൊക്കുമ്പോഴാണ് സങ്കീർത്തനക്കാരൻ പറയുന്നത് അങ്ങനെയുള്ള ഭവനങ്ങളിൽ സന്തോഷത്തിൻ്റെ ഉല്ലാസ ശബ്ദം കേൾക്കുവാൻ തക്കവണ്ണം ഇടയാകും. ആ ഭവനങ്ങളെക്കുറിച്ചാണ് സങ്കീർത്തനക്കാരൻ സുന്ദരമായി 128 പറയുന്നുണ്ട്, നീ ഭാഗ്യവാൻ, നിനക്ക് നന്മ വരും. ഭാര്യ വീട്ടിനകത്ത് പലപ്പോഴും പുറത്ത് സന്തോഷം കണ്ടെത്തുന്ന ആളുകളാണ് നമ്മുടെ ആളുകളല്ല. വീട്ടിനകത്ത് സന്തോഷം കണ്ടെത്തുന്ന, വീടിനകത്ത് ഫലപ്രദമായ മുന്തിരിവള്ളികൾ ഇന്ന് ഫലപ്രദമായ ജീവിതം നയിക്കുന്നുണ്ടോ എന്ന് നാം ആത്മശോധന ചെയ്യുക. ആ വിളിക്ക് യോഗ്യമാണ് ഫലപ്രദമായ. അങ്ങനെ ഫലപ്രദമായ അമ്മമാർ കുടുംബങ്ങൾ കെട്ടിപ്പൊക്കി ദൈവരാജ്യത്തിൻ്റെ പതിപ്പുകളാക്കി രൂപാന്തരപ്പെടുത്തുമ്പോൾ അതിനകത്ത് ചില കാണും. അതാരാണ്? ഒലിവുതൈകൾ പോലെ മേശയ്ക്ക് ചുറ്റും. അങ്ങനെയുള്ള കുഞ്ഞുങ്ങളെക്കുറിച്ച് എന്തെല്ലാം ലഹരിയുടെ സമ്മർദ്ദങ്ങൾ ഉണ്ടായിക്കൊള്ളട്ടെ, എന്തെല്ലാം പ്രതികൂലങ്ങൾ ഉണ്ടായിക്കൊള്ളട്ടെ, അവൻ പോകുന്ന ഇടങ്ങൾ എവിടെ ആയിക്കോട്ടെ, അവിടെയൊക്കെ വേലി കെട്ടിക്കാക്കും. കാരണം അമ്മയുടെ കണ്ണുനീരിൻ്റെ സന്തതിയാണ്. അതിന് നശിക്കാൻ പറ്റില്ല.
തമ്പുരാൻ അതിന് വിടുതൽ കൊടുക്കും. കണ്ണുനീരിൻ്റെ മക്കളായി, കണ്ണുനീരോടെ പ്രാർത്ഥനയുടെ മക്കളായി കുഞ്ഞുങ്ങൾ വളർന്നു വരുമ്പോൾ പിന്നെ അവരെവിടെ പോയാലും അവരെ സംരക്ഷിക്കുന്ന ഒരു സംരക്ഷണ കവചം അവർക്ക് ചുറ്റും അമ്മയുടെ കണ്ണുനീര് തീർത്തിട്ടുണ്ട്. ഒരിക്കലും അതിന് അന്യമായി പോകാൻ സാധിക്കില്ല. അതെ, നമ്മുടെ ഭവനങ്ങൾ ദൈവരാജ്യത്തിൻ്റെ പതിപ്പുകളായിട്ട് തീരട്ടെ. അത് 7 തൂണുകളിൽ കെട്ടിപ്പൊക്കുമ്പോൾ അനിവാര്യമായി നമുക്കുണ്ടാകേണ്ടത് 3 സവിശേഷ ഗുണങ്ങളിലേക്ക് വിരൽ ചൂണ്ടുവാൻ ഒരു എളിയ ശ്രമമാണ് ഞാൻ നടത്തിയത്. ദ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് വി ഷുഡ് ഹാവ് എ ട്രൂ കൺവിക്ഷൻ. നമുക്കൊരു ബോധ്യം നമ്മുടെ വിശ്വാസത്തെക്കുറിച്ച്, എൻ്റെ വിളിയെക്കുറിച്ച്, എൻ്റെ ദൗത്യത്തെക്കുറിച്ച്, എൻ്റെ നിയോഗത്തെക്കുറിച്ച്, എൻ്റെ സഭയെക്കുറിച്ച്, എൻ്റെ പിതാക്കന്മാരെക്കുറിച്ച്, ഞാനായിരിക്കുന്ന അവസ്ഥയെക്കുറിച്ചൊക്കെ ഉള്ളൊരു ബോധ്യം ഉണ്ടാകുക. 2, ഈ ബോധ്യം മറ്റുള്ളവരിലേക്ക് പങ്കിടുവാൻ, എന്നോടൊപ്പം ജീവിതം പങ്കിടുവാൻ തമ്പുരാൻ തന്ന തക്ക തുണയാണെന്നുള്ള ബോധ്യം. നിനക്ക് ആക്ഷേപമുണ്ടല്ലോ, ജീവിത പങ്കാളിയെക്കുറിച്ച് വല്ലാത്തൊരു ആക്ഷേപമുണ്ടല്ലോ, ഇല്ലേ? നിനക്ക് തക്കതാണ് ആ തുണയെന്ന് ബോധ്യപ്പെടണം. അവൻ്റെ കുറവുണ്ടെങ്കിൽ അത് നിൻ്റെയും കുറവാണെന്ന് അറിയാൻ സാധിക്കണം. രണ്ടല്ല ഒന്നാണ്. അതുകൊണ്ട് 2 പേരുടെയും അത് കുറവ്. എന്താണ് എൻ്റെ കുറവ് കൊണ്ടാണോ എൻ്റെ ജീവിത പങ്കാളി കുറവുള്ളവനായിത്തീരുന്നത് തിരിച്ചറിയാൻ സാധിക്കും. ആശയവിനിമയം, പരസ്പരം ഒരു പെർഫെക്റ്റ് കമ്മ്യൂണിക്കേഷൻ, മക്കളെ ചേർത്ത് നിർത്തി, കുടുംബാംഗങ്ങളെ ചേർത്ത്, ജന്മം തന്ന മക്കളെ ചേർത്ത് നിർത്തി, ജന്മം തന്ന മാതാപിതാക്കളെ ചേർത്ത് നിർത്തി ഒക്കെ ആ കുടുംബത്തിൻ്റെ ഊഷ്മളത, അതിൻ്റെ പൂർണ്ണതയിൽ പരിശുദ്ധാത്വത്തിൻ്റെ ബന്ധത്തെക്കുറിച്ച് തിരുമേനി ഓർമ്മിപ്പിച്ചല്ലോ. പിതാവും പുത്രനും പരിശുദ്ധരുമായി 3 എൻറ്റിറ്റി അല്ല, അവരൊന്നിച്ചു ചേർന്ന് സൃഷ്ടിയെക്കുറിച്ച് ആലോചിക്കുമ്പോഴും, സൃഷ്ടാവിൻ്റെ മകൻ ലോകത്തിലേക്ക് വരുന്നതിനെ കുറിച്ച് ആലോചിക്കുമ്പോഴും, പരിശുദ്ധ ലോകത്തിന് മുഴുവൻ നയിക്കുവാൻ ആലോചിക്കുമ്പോഴും എല്ലാം കൂടിയുള്ള ആലോചനയാണ്, ഒറ്റയ്ക്കൊട്ടുള്ള ആലോചനയല്ല. തൃത്വത്തിന് അതൊന്നും പരസ്പരം മാറ്റിവെക്കാൻ കഴിയില്ല. ഈ തൃത്വത്തിൻ്റെ പതിപ്പുകളായി കുടുംബങ്ങൾ തീരണം. അപ്പനും മക്കളും അമ്മയും ഇത് തൃത്വത്തിൻ്റെ പതിപ്പുകളായി നമ്മുടെ കുടുംബങ്ങൾ തീരണം. എത്ര സുന്ദരം! അത് പ്രോപ്പർ കമ്മ്യൂണിക്കേഷനിലേ നടക്കുകയുള്ളൂ. തീർന്നില്ല. സംതൃപ്തമായൊരു ജീവിതം, സെൽഫ് കണ്ടന്റ് ആയിരിക്കണം, തൃപ്തമായ ജീവിതം. തീർച്ചയായിട്ടും ആ തൃപ്തമായ ജീവിതം നയിക്കുമ്പോൾ ദൈവം നമ്മുടെ കുടുംബങ്ങളിൽ പ്രീതിപ്പെടുകയും നമ്മുടെ കുടുംബങ്ങളെ നമ്മൾ പ്രതീക്ഷിക്കുന്നതിനപ്പുറം, ഞാൻ പറഞ്ഞല്ലോ, അത് കേവലം മണൽപ്പരപ്പിൽ കെട്ടിപ്പൊക്കിയ ചെറിയ ഇതല്ല, അത് കാറ്റടിച്ചു പോകുന്നല്ല, നിലം പൊത്തിപ്പോകുന്നൊന്നല്ല. ഏത് പ്രതികൂലങ്ങളെയും, അത് കോവിഡ് ആവട്ടെ, അത് ഏത് പാൻഡമിക് ആവട്ടെ, എന്ത് ഗ്ലോബൽ പാൻഡമിക് ആവട്ടെ, പ്രളയങ്ങളാവട്ടെ, അതിനെയൊക്കെ അതിജീവിക്കുന്ന സ്ഥിരതയുള്ള കുടുംബങ്ങളായി പരിണമിക്കുവാൻ കൊണ്ടുവിടയും. അവിടെ ജയത്തിൻ്റെ ഉല്ലാസമുള്ള അനുഗ്രഹീത കുടുംബങ്ങൾ കെട്ടിപ്പടുക്കുവാൻ ബുദ്ധിയുള്ള സാമർഥ്യമുള്ള വനിതകളായി എൻ്റെ മുമ്പിലിരിക്കുന്ന എല്ലാ അമ്മമാർക്കും സാധിക്കട്ടെ. അമ്മയൊരു വികാരമാണ്. അതെ, അമ്മ ഒരു വികാരം. ഈ ആലയത്തിൻ്റെ അനുഗ്രഹീത മധ്യസ്ഥതയുടെ ശ്രേഷ്ഠ പെരുന്നാൾ ആഘോഷിക്കുമ്പോൾ ദേവാലയത്തിന് അനുഗ്രഹാശ്വാസം നേർന്നുകൊണ്ട്, ഭദ്രാസനത്തിൻ്റെ ഈ സംഗമവേദിക്ക് അനുഗ്രഹത്തിൻ്റെ ആശംസ നേർന്നുകൊണ്ട്, ഒരു പുതുവർഷം അനുഗ്രഹം നടന്നുകൊണ്ട്, എനിക്ക് ലഭിച്ച അവസരത്തിന് ദൈവത്തെ ഒരു സബ്സ്റ്റിറ്റ്യൂട്ടാണെങ്കിലും ലഭിച്ച അവസരം ഭാഗ്യമായിട്ട് കണ്ടുകൊണ്ട് അതിൻ്റെ സംഘാടകരുടെ നന്ദി അറിയിച്ചുകൊണ്ട്, ശ്രദ്ധാപൂർവം എന്നെ കാതോർത്ത എല്ലാ പ്രിയപ്പെട്ട സ്നേഹം അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്ക് നിർത്തുന്നു. ദൈവം എല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കും.